യോഗസിദ്ധികൾ, അതായത് ശരീരത്തെ ഏറ്റവും വലുതാക്കാൻ കഴിയുക, അല്ലെങ്കിൽ ശരീരത്തെ സൂക്ഷ്മമാക്കാൻ കഴിയുക, അല്ലെങ്കിൽ ശരീരത്തെ ഭാരം വർദ്ധിപ്പിക്കാൻ കഴിയുക, അല്ലെങ്കിൽ ശരീരത്തിന്റെ ഭാരം ഏറ്റവും കുറയ്ക്കാൻ കഴിയുക, അതുപോലെ എന്തും ആഗ്രഹിച്ച എന്തും നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുക, ഇങ്ങനെയൊക്കെയുള്ള യോഗസിദ്ധികൾ സാധ്യമാണ് എന്നാണ് യോഗശാസ്ത്രം പറയുന്നത്. അത് അതിൽ നമുക്ക് എത്രത്തോളം വാസ്തവമുണ്ട് എന്ന് പരിശോധിക്കാം. യോഗസിദ്ധികൾ യഥാർത്ഥത്തിൽ ഉള്ളത് തന്നെയാണ്. നമ്മളെ യോഗ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ആ ബോധോദയം സിദ്ധിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ആ അവസ്ഥയിൽ എത്തിക്കഴിയുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിന് മുന്നേയൊക്കെ ആയിട്ട് ഓരോരോ തരത്തിലുള്ള സിദ്ധികൾ നമ്മളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുന്നുള്ളത് വാസ്തവം തന്നെയാണ്. പക്ഷെ ഈ സിദ്ധികൾ എന്ന് പറയുന്നത് മനസ്സിലാക്കേണ്ടത് വളരെ ശാസ്ത്രീയമായിട്ട് തന്നെ അതിനെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതൊന്നും എന്താ പറയാ, മനുഷ്യന് അതീതമായിട്ടുള്ള അമാനുഷികമായ സിദ്ധികളല്ല. ഇതെല്ലാം മനുഷ്യന് സാധ്യമായിട്ടുള്ള സിദ്ധികൾ തന്നെയാണ്, കഴിവുകൾ തന്നെയാണ്. അത് എങ്ങനെ നമുക്ക് പരിശോധിക്കാം. ഇപ്പോ യോഗം പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് പറഞ്ഞല്ലോ, യോഗം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മളുടെ കേന്ദ്ര നാഡീവ്യൂഹത്തിന്റെ പരിപൂർണമായ പ്രവർത്തനക്ഷമത കൈവരിക്കുന്ന അവസ്ഥയാണെന്ന് നേരത്തെ പറയേണ്ടത്. അങ്ങനെയും പറയാം. യോഗം എന്നുള്ളതിനെ പലതരത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. ഇങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ നാഡീവ്യൂഹ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിനെ പരിശോധിക്കുകയാണെങ്കിൽ, യോഗം എന്ന് പറഞ്ഞാൽ നമ്മളുടെ കേന്ദ്ര നാഡീവ്യൂഹ വ്യവസ്ഥ, നമ്മുടെ ശരീരത്തിലൂടെയുള്ള ഈ പ്രപഞ്ചത്തെ അറിയുകയും പ്രപഞ്ചത്തിൽ ഇടപെടുകയും ചെയ്യുന്ന ഈ വ്യവസ്ഥ, ആ വ്യവസ്ഥ അതിന്റെ പരിപൂർണമായ ശേഷി കൈവരിക്കുന്നതാണ് യോഗം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ മസ്തിഷ്കവും അതുമായിട്ട് ബന്ധപ്പെട്ട നാഡികളും പരിപൂർണമായ ശേഷി കൈവരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കൂ. നമ്മളുടെ മസ്തിഷ്കത്തിന്റെ പ്രവർത്തനക്ഷമത കൂടുമ്പോൾ ഈ മസ്തിഷ്കത്തിലൂടെ നമ്മൾ മുമ്പ് അറിഞ്ഞിരുന്ന കാര്യങ്ങളുടെ വ്യാപ്തി കൂടുകയാണ്, അതിന്റെ ശേഷി കൂടുകയാണ്. ഇപ്പൊ നമുക്കിപ്പോ സാധാരണ മനുഷ്യന് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയുള്ള ശബ്ദമാണ്, ആ തരംഗദൈർഘ്യത്തിലുള്ള ശബ്ദമാണ് നമുക്ക് കേൾക്കാൻ കഴിയുക. പക്ഷെ മറ്റു ജീവികൾക്ക് ഈ സ്പെക്ട്രത്തിലല്ല. ഇപ്പൊ 20 താഴെയുള്ള തരംഗദൈർഘ്യത്തിലുള്ള ശബ്ദത്തെ കേൾക്കാൻ, ഇപ്പോ നായ്ക്കൾക്കൊക്കെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ഈ ശബ്ദത്തെ കേൾക്കാൻ കഴിയും. 20 ഹെർട്സിൽ താഴെയും 20,000 മുകളിലുള്ള ശബ്ദത്തെ അവർക്ക് അൾട്രാസോണിക്കും സൂപ്പർസോണിക്കും ആയിട്ടുള്ള ശബ്ദങ്ങളെ കേൾക്കാൻ അവർക്ക് കഴിയും. അപ്പൊ അതവിടെ ഉണ്ട്. ആ ശേഷി നമുക്ക് ഇല്ലാന്നേ ഉള്ളൂ. നമുക്ക് അത് മനുഷ്യ മസ്തിഷ്കത്തിന് അല്ലെങ്കിൽ നമ്മുടെ നാഡീവ്യൂഹത്തിന് 20 മുതൽ 20,000 ഹെർട്സ് വരെയുള്ള ശബ്ദതരംഗങ്ങളെ പിടിച്ചെടുക്കാനേ കേൾക്കാനേ നമുക്ക് കഴിയൂ എന്നുള്ളതാണ്. പക്ഷെ ആ അതിനപ്പുറത്ത് ശബ്ദതരംഗങ്ങളുണ്ട്. അപ്പോ ഈ മസ്തിഷ്കത്തിന്റെ ആ ശേഷി വർദ്ധിക്കുമ്പോൾ കൂടുതൽ തരംഗദൈർഘ്യത്തിലുള്ള ശബ്ദങ്ങളെ നമുക്ക് കേൾക്കാൻ കഴിയും. നമ്മളെ ശ്രവണത്തിന്റെ പരിധി, ശേഷിയുടെ പരിധി വർദ്ധിക്കുകയാണ്. അതുപോലെ തന്നെയാണ് കാഴ്ചയുടെ. ഈ പഞ്ചേന്ദ്രിയങ്ങളെ, എല്ലാ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മൾ പ്രപഞ്ചത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പഞ്ചേന്ദ്രിയങ്ങളുടെയൊക്കെ പ്രവർത്തന ശേഷി അതിന്റെ മാക്സിമത്തിൽ എത്തുമ്പോൾ സാധാരണ ഒരു മനുഷ്യന് പ്രാപ്യമല്ലാത്ത അല്ലെങ്കിൽ കഴിയാത്ത അത്രയും കാര്യങ്ങൾ കാണാനും കേൾക്കാനും അറിയാനും നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ് ശരിക്കും ഈ സിദ്ധി എന്ന് പറയുന്നത്. അപ്പൊ അത് അമാനുഷികമല്ല. അമാനുഷികമാണ് എങ്ങനെ? സാധാരണ ഒരാളുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ അദ്ദേഹത്തിന് കഴിയാത്ത കാര്യങ്ങൾ, സാധാരണ ഒരു മനുഷ്യന് കഴിയാത്ത കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാനുള്ള ശേഷി നമുക്ക് കൈവരികയാണ്. ആ അർത്ഥത്തിൽ അത് അമാനുഷികമാണ്.